നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെവണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. പ്രതികരണവും പ്രതിഷേധവും. ജിഷ്ണു കേസിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ജിഷ്ണുവിന്റെ കുടുംബം സമരത്തിനിറങ്ങിയത് എന്ത് നേടാനെന്ന ചോദ്യം. ഇക്കാര്യത്തിൽ സർക്കാരിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ KM ഷാജഹാനോട് വ്യക്തിവിരോധമില്ല. ഉമ്മൻചാണ്ടി എപ്പോഴാണ് ഷാജഹാന് രക്ഷകനായതെന്നും പിണറായി. മുഖ്യമന്ത്രിയുടെ വാദം തള്ളി KM ഷാജഹാൻ. വ്യക്തിവിരോധം ഇല്ലെങ്കിൽ തന്നെ എന്തിന് 7 ദിവസം ജയിലിലടച്ചെന്നും ചോദ്യം. സമരത്തിനെതിരെ സർക്കാർ ഗൂഢാലോചന നടത്തിയെന്ന് SUCI നേതാവ് മിനി. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ റിമാൻഡിലായ 5 പേർക്കും ഉപാധികളോട് ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. അതേസമയം ജിഷ്ണു പ്രണയുടെ അമ്മാവനെ പുറത്താക്കിയെന്ന വാർത്ത നിഷേധിച്ച് CPM. വിഷയം ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും ഇയാൾക്ക് SUCIയുമായി ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും കോഴിക്കോട് ഏരിയ സെക്രട്ടറി. സമരം കൊണ്ട് എന്തു നേടിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് ശ്രീജിത്ത്. പൊതുപ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമെന്നും പ്രതികരണം. പ്രതികാരം തുടർന്നാൽ പ്രത്യാഘാതം. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ പാകിസ്ഥാന് വീണ്ടും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോയാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് സുഷമ സ്വരാജ്. കുൽഭൂഷൺ ഇന്ത്യയുടെ പുത്രനാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്നും സുഷമ. വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി. കുൽഭൂഷണിനെ മോചിപ്പിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷം. എന്നാൽ കോൺഗ്രസിന്റേത് രാഷ്ട്രീയ നിലപാടെന്ന് BJP. കുൽഭൂഷണിനെ വധശിക്ഷയ്ക്ക് വിധിച്ച പാക് സൈനിക കോടതി നടപടി ഗൗരവത്തോടെ കാണുന്നു. ഉത്തരവ് നടപ്പാക്കിയാൽ ആസൂത്രിത കൊലപാതകമായി കണക്കാക്കുമെന്നും ഇന്ത്യ. മുൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷണിനെ ചാരവൃത്തി ആരോപിച്ച് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം മാർച്ച് 3-ന്. ഓർഡിനൻസിന് അംഗീകാരം. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും മലയാള ഭാഷ നിർബന്ധമാക്കിയ ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം. CBSE, ICSE സ്കൂളുകൾക്കും ബാധകമായ നിയമം ലംഘിക്കപ്പെട്ടാൽ പ്രധാനാധ്യാപകർക്ക് 5000 രൂപ പിഴ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നത് വിലക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. അതേസമയം സ്വാശ്രയ പ്രവേശനത്തിൽ മാനദണ്ഡങ്ങൾ കർശനമാക്കിയുള്ള ഓർഡിനൻസിനും അംഗീകാരം. മെഡിക്കൽ പ്രവേശനം അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന നീറ്റ് പരീക്ഷ വഴി മാത്രം. കോളേജുകളിലെ ഫീസ്, സംവരണം എന്നിവ നിയന്ത്രിക്കാൻ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി. കുറ്റം സമ്മതിച്ച് കേഡൽ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പിടിയിലായ കേഡൽ ജിൻസൺ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതായി പോലീസ്. അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ വെട്ടിനുറുക്കിയത് ആത്മാവ് വേർപെടുന്നത് കാണാം. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യവേ ചെകുത്താൻ സേവയിൽ പഠനം നടത്തിയിരുന്നു എന്നും ജിൻസൺ രാജയുടെ മൊഴി. 10 വർഷത്തിലേറെ കുടുംബാംഗങ്ങൾ അറിയാതെ സാത്താൻ സേവ നടത്തിയിരുന്ന പ്രതിക്ക് മറ്റ് സൗഹൃദങ്ങളില്ലായിരുന്നു എന്ന് വിവരം. കൊല നടത്താൻ ഉപയോഗിച്ച മഴു ജിൻസൺ വാങ്ങിയത് ഓൺലൈൻ വ്യാപാര സൈറ്റായ ഫ്ലിപ്കാർട്ട് വഴി. 4 പേരെയും കൊലപ്പെടുത്തിയത് വ്യത്യസ്ത സമയങ്ങളിലെന്നും പ്രതി. അതിനിടെ കേഡലിനെ വിശദമായി ചോദ്യം ചെയ്യാൻ മനോരോഗ വിദഗ്ധന്റെ സഹായം തേടി പോലീസ്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന പ്രതി ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളെന്നും അന്വേഷണ സംഘം. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2745 രൂപ, പവൻ 21,960 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. പ്രധാന വാർത്തകൾ തുടരും ഇനി 5:30. നമസ്കാരം.